ഒരു സഹോദരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അപ്പം മൂത്ത മകൻ എന്ന അർത്ഥത്തിൽ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു, ചുമതലപ്പെടുത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സ്വത്ത് എന്ത് ചെയ്യണം, ഈ മൊത്തം സ്വത്ത് എല്ലാവർക്കും ഉള്ളത് കറക്റ്റ് ഹക്ക് നോക്കിയിട്ട് നീ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഉള്ള സ്വത്തൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെങ്ങന്മാർ പറഞ്ഞു, വാപ്പ വീടെടുക്കാൻ വേണ്ടി 2 ആൺമക്കൾക്ക് ഇത്ര സ്ഥലം വീതം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതകാലത്ത് വീടെടുക്കാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്ക് പെൺമക്കൾക്ക് തരണം എന്ന് പറഞ്ഞു. സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു ഇതിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു ഇത് പറഞ്ഞാണ്. അദ്ദേഹത്തിന് എന്തായാലും ഒരു പ്രശ്നമില്ല, എന്താണേലും ശർഈയായ നിയമം വേണ്ടത് അത് അറിയണം. ജസാഉല്ലാഹ് ഖൈർ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇഷ്ടദാനമായി പിതാവ് അങ്ങനത്തെ വലിയ സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് നൽകിയാൽ വേറൊരാളും എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സമ്പത്ത്, സ്വത്ത് പിതാവ് ഏതെങ്കിലും മക്കൾക്ക് മാത്രമായി നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവർക്കും അതിനെന്തുണ്ട്, അവകാശം ഉണ്ട്. അപ്പം ഇവിടെ ഈ വിഷയത്തിലുള്ളത്, വിവാഹ സമയത്ത് ഈ പെൺമക്കൾക്ക് ഇനി ഇതുപോലെ സ്വർണമായ മറ്റോ പിതാവ് കൊടുത്തിട്ടുണ്ടോ, അതും പരിശോധിക്കണം. ചിലപ്പം വാപ്പ സ്വർണമായും മറ്റൊക്കെ വിവാഹ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പെൺമക്കൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ആൺമക്കൾക്ക് ചിലപ്പോൾ സ്ഥലമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഏതായാലും വാപ്പ ഇന്നില്ലാത്ത സ്ഥിതിക്ക് നല്ല രൂപത്തിൽ ഇങ്ങനെ എന്താണോ ഇവർക്ക് നൽകിയത് അത് പരിശോധിക്കുക, പരമാവധി അതിൽ നീതിയുക്തമായി അതെന്ത് ചെയ്യുക, വിഹിതം വെക്കുക. അപ്പോൾ അങ്ങനെ മുൻപ് കൊടുത്തത് പരിഗണിക്കാം. ആ സമയത്ത് അങ്ങനെ നൽകിയത് ഒരാൾക്ക് കൊടുത്തു വേറൊരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യാം, പിന്നീട് വിഹിതം വെക്കുന്ന സമയത്ത് ആ കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ച് തന്നെ അവർക്ക് നിർവഹിക്കാം. പ്രത്യേകിച്ചും വാപ്പ ഏതായാലും വിട പറഞ്ഞു പോയി. അപ്പോൾ വാപ്പയുടെ ആഖിറത്തിനും ഏറ്റവും ഉചിതമായത് മക്കൾ പരസ്പരം തർക്കിക്കാതെ നല്ല നിലക്ക് എന്ത് ചെയ്യുക, വിട്ടുവീഴ്ചയോടുകൂടി അത് നല്ല നിലക്ക് വിഹിതം വെക്കാൻ. ഇനി വിഹിതം വെക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ചിന്ത ഒരൊറ്റ കാര്യം, എൻ്റെ ഹക്ക് കുറച്ച് അങ്ങോട്ട് പോയാലും വേറൊരാൾ ഹക്കിൻ്റെക്ക് വരരുത്. ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ വിഹിതം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ ഹക്ക് കുറച്ച് അങ്ങോട്ട് പോയാലും വേറൊരാൾ ഹക്ക് ഇങ്ങോട്ട് വരരുത് എന്നുള്ള ചിന്തയാണ് വിഹിതം വെക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടത്. അത് അനിവാര്യമാണ്. അത് ആങ്ങളാണെങ്കിലും ശരി, പെങ്ങളാണെങ്കിലും ശരി. മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ മാത്രമല്ല, ഈ കൊടുത്ത സ്വർണവും ഇതിലെന്താവും, ബാധകമാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിച്ചിട്ട് അതൊരു തീർപ്പാക്കാൻ സാധിക്കും. സാധാരണ നിലയ്ക്ക് നാട്ടിൽ ചിലപ്പം മഹല്ലുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഖാദിയോ അല്ലെങ്കിൽ മഹല്ലോ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള അവരെല്ലാ കാര്യത്തിനൊക്കെ ഒരു മധ്യസ്ഥം പറയുന്ന വ്യക്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരുടെയൊക്കെ ഇതിൽ നോക്കി എന്താണ് അതിലൊരു നല്ല രൂപത്തിൽ ഒരു മധ്യസ്ഥൻ്റെ മേൽനോട്ടത്തോടു കൂടി എല്ലാവർക്കും തൃപ്തിയാകുന്ന രൂപത്തിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് ഇങ്ങനത്തെ ഓഹരി വെക്കുന്നതിലൊക്കെ ഏറ്റവും ഹൈർ. പിന്നെ അത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, അത് അന്ന് അങ്ങനെ ആക്കി അത് ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ മൂപ്പര് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. അതോടുകൂടി ഖലാസ് അത് അവസാനിക്കും.